بسم الله الرحمن الرحيم. أولم يروا أن الله الذي خلق السماوات والأرض ولم يعي بخلقهن بقادر على أن يحيي الموتى بلى إنه على كل شيء قدير ويوم يعرض الذين كفروا على النار أليس هذا بالحق قالوا بلى وربنا قال فذوقوا العذاب بما كنتم تكفرون فاصبر كما صبر أولو العزم من الرسل ولا تستعجل لهم كأنهم يوم يرون ما يوعدون لم يلبثوا إلا ساعة من نهار بلاغ فهل يهلك إلا القوم الفاسقون. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1768 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 46-ാമത്തെ അധ്യായമായ സൂറത്തുൽ അഹ്കാഫിലെ 33 മുതൽ 35 വരെയുള്ള അവസാനത്തെ 3 ആയത്തുകളാണ് ഇന്ന് പഠനവിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أفلم يروا أن الله الذي خلق السماوات والأرض ولم يعي بخلقهن بقادر على أن يحيي الموتى بلى إنه على كل شيء قدير ويوم يعرض الذين كفروا على النار أليس هذا بالحق قالوا بلى وربنا قال فذوقوا العذاب بما كنتم تكفرون فاصبر كما صبر أولو العزم من الرسل ولا تستعجل لهم كأنهم يوم يرون ما يوعدون لم يلبثوا إلا ساعة من نهار بلاغ فهل يهلك إلا القوم الفاسقون. صدق الله العلي العظيم. സൂറത്തുൽ അഹ്ഖാഫിലെ 33 മുതൽ 35 വരെയുള്ള അവസാനത്തെ 3 ആയത്തുകളാണ് ഞാൻ ഇന്ന് നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. ഈ സൂറത്തിന്റെ പഠനം പൂർത്തീകരിക്കാൻ ഈ 3 ആയത്തുകൾ കൂടിയാണ് നമുക്ക് പഠന വിധേയമാക്കാനുള്ളത്. ഈ സൂറത്തിന്റെ ഒരു ഉപസംഹാരം എന്ന വിധത്തിൽ ഈ ആയത്തുകൾ പിന്നിട്ട ആയത്തുകളിലെ ആശയങ്ങളുടെ ഒരു ഉപസംഹാരം അല്ലെങ്കിൽ അവയുടെ അതിന്റെ ഒരു പൂർത്തീകരണം എന്ന നിലക്ക് നമുക്ക് ഈ ആയത്തുകളെ കാണാൻ സാധിക്കും. മക്കയിലെ സത്യനിഷേധികളായ ആളുകളെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ഈ സൂറത്തിലെ പ്രതിപാദ്യങ്ങൾ നമ്മളെ കേൾപ്പിക്കപ്പെടുകയുണ്ടായിട്ടുള്ളത്. അതിനിടക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ പ്രത്യേക ഘട്ടത്തിലെ ജീവിത സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള 1-2 വിഷയങ്ങൾ കടന്നു വരികയുണ്ടായി. നിഷേധികളെ അഹ്ഖാഫ് പ്രദേശത്ത് അധിവസിച്ചിരുന്ന ആളുകളുടെ അനുഭവങ്ങളെ ഓർമ്മപ്പെടുത്തുകയുണ്ടായി. അതുപോലെ തായിഫിലേക്ക്
അവിടുത്തെ സഖീഫ് ഗോത്രത്തെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി യാത്ര ചെയ്ത് അവിടുന്ന് വളരെ വേദനാജനകമായ പല അനുഭവങ്ങളും ഏറ്റുവാങ്ങിക്കൊണ്ട് മക്കയിലേക്ക് തന്നെ തിരികെ പോരുന്ന ഘട്ടത്തില് നഖ്ല എന്ന പ്രദേശത്ത് വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിൽ ഏർപ്പെടുകയും അതിന്റെ ഭാഗമായി വിശുദ്ധ ഖുർആൻ ദീർഘമായി പാരായണം ചെയ്യുകയൊക്കെ ചെയ്തുകൊണ്ട് നിന്ന സമയത്തുണ്ടായ ഒരനുഭവം, അതും വിശദമായിട്ട് ഇവിടെ പരാമർശിക്കപ്പെട്ടത് നമ്മൾ കാണുകയുണ്ടായി. ജിന്നുകളിൽപ്പെട്ട ഒരു സംഘത്തെ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാരായണം കേൾക്കുന്നതിനായിട്ട്, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യപ്പെടുന്നത് ശ്രദ്ധാപൂർവം കേൾക്കുന്നതിനായിട്ട്, ശ്രവിക്കുന്നതിനായിട്ട് ആ ഭാഗത്തേക്ക് തിരിച്ചുവിട്ട ഒരു കാര്യമാണ്. പിന്നിട്ട ഭാഗത്ത് അള്ളാഹു വിശദമായിട്ട് പരാമർശിക്കുകയുണ്ടായത്. ജിന്നുകളിൽപ്പെട്ട ആ സംഘം പരസ്പരം പറയുകയുണ്ടായത്, നിങ്ങൾ നിശബ്ദരായിരിക്കൂ, എന്നിട്ട് ഈ പാരായണം ശ്രവിക്കൂ എന്നുള്ള നിലക്കാണ്. പാരായണം അവസാനിക്കുന്നത് വരെ അവര് ശ്രദ്ധാപൂർവം കേൾക്കുകയും അതിനെ തുടർന്ന് അവര് തങ്ങളുടെ സമൂഹത്തിലേക്ക് താക്കീതുകാരായിക്കൊണ്ട് പോവുകയും ചെയ്ത കാര്യമാണ് ഖുർആൻ പരാമർശിക്കുന്നത്. ഈ വിശുദ്ധ ഖുർആനെ മുൻനിർത്തിക്കൊണ്ട് അവര് തങ്ങളുടെ സമൂഹത്തില് താക്കീത് നിർവഹിക്കുന്ന ഒരു കാര്യമാണ് പരാമർശിക്കപ്പെട്ടിട്ടുള്ളത്. അവർ ചെന്ന് പറഞ്ഞത്, യാ ഖൗമനാ ഇന്നാ സമിഅനാ കിതാബൻ ഉൻസില മിൻ ബഅദി മൂസ, മൂസ അലൈഹിസ്സലാമിന് ശേഷം അവതരിപ്പിക്കപ്പെട്ട ഒരു ദൈവിക ഗ്രന്ഥം തീർച്ചയായിട്ടും ഞങ്ങൾ കേൾക്കാനിടയായി. അത് പൂർവിക വേദങ്ങളെ സത്യപ്പെടുത്തുന്ന വിധത്തിൽ ഉള്ളതാണ്, സത്യമാർഗത്തിലേക്ക് ആളുകളെ നയിക്കുന്ന വിധത്തിലാണ്, ഏറ്റവും ചൊവ്വായ സരണിയിലേക്കാണ് അത് ആളുകളെ തിരിച്ചുവിടുന്നത് അല്ലെങ്കിൽ നയിക്കുന്നത്. അതുകൊണ്ട് അള്ളാഹുവിന്റെ സരണിയിലേക്ക് വിളിക്കുന്ന ഈ വ്യക്തിയെ, ഈ പ്രബോധകനെ നിങ്ങൾ ചെവിക്കൊള്ളുക, അദ്ദേഹത്തിന് ഉത്തരം നൽകുക, നിങ്ങൾ വിശ്വാസികളാവുക, അള്ളാഹു നിങ്ങൾക്ക് നിങ്ങളുടെ പാപങ്ങളൊക്കെയും പുറത്തു തരികയും വേദനാജനകമായ ശിക്ഷയിൽ നിന്ന് നിങ്ങളെ മോചിപ്പിക്കുകയും ചെയ്യും. ഇനി ആരെങ്കിലും ദൈവിക മാർഗത്തിൽ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്ന ഈ വ്യക്തിക്ക് ഉത്തരം ചെയ്യാതിരിക്കുകയാണെങ്കിൽ അയാള് ഭൂമുഖത്ത് അങ്ങ് എല്ലാവരെയും തോൽപ്പിച്ചു കളയൊന്നുമില്ല. അള്ളാഹുവിനെ കൂടാതെ അങ്ങനെയുള്ള ഒരാൾക്ക് സംരക്ഷകനായിട്ട് വേറെ ആരെങ്കിലും ഉണ്ട് എന്നും കരുതണ്ട. വ്യക്തമായും അവര് വഴികേടിൽ തന്നെയാണ് എന്നാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പഠന വിധേയമാക്കിയ ആയത്തുകളുടെ അവസാന ഭാഗത്ത് പറയുന്നത് നമ്മൾ കാണുകയുണ്ടായത്. ഒന്നുകിൽ ജിന്നുകൾ പരസ്പരം പറഞ്ഞ കാര്യം, അതല്ലെങ്കിൽ അവരുടെ സംസാരത്തിനോട് ചേർത്ത് അള്ളാഹു പറഞ്ഞ വിധത്തിലാണ് ഈ 32-ാമത്തെ ആയത്ത് നമ്മൾ കാണുകയുണ്ടായത്. അതിനെ തുടർന്ന് ഈ അവസാന ഭാഗത്ത് അള്ളാഹു മുഖ്യമായും മക്കയിലെ നിഷേധികളായി നിലകൊള്ളുന്ന ആളുകൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി അവരെ ഉദ്ദേശിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ ഉണർത്തുന്ന വിധത്തിലാണ് നമുക്കിതിന്റെ ആശയങ്ങൾ ഇവിടെ ചേർത്ത് വെക്കപ്പെട്ടിട്ടുള്ളത് എന്നത് കാണാൻ സാധിക്കും. നമുക്ക് ആയത്തുകൾ സൂക്ഷ്മമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അവലം യറൗ അന്നല്ലാഹല്ലദീ ഖലഖസ് സമാവാതി വൽ അർള, ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിപ്പ് നിർവഹിച്ചിരിക്കുന്ന അള്ളാഹു, വലം യഅയ ബിഖൽഖിഹിന്ന, അവയുടെ സൃഷ്ടിപ്പ് കാരണമായി ക്ഷീണിച്ചൊന്നും പോയിട്ടില്ല എന്ന അവസ്ഥയിൽ, ആ അല്ലാഹു ബിഖാദിരിൻ അലാ അൻ യുഹ്യിയൽ മൗത, മരിച്ചവരെ ജീവിപ്പിക്കാൻ
കഴിയും എന്ന കാര്യം അവർക്ക് ബോധ്യമായിട്ടില്ലേ എന്നാണ് ഇവിടെ ചോദ്യം. ഒരു പരോക്ഷമായിട്ടുള്ള ഒരു ചോദ്യം ഉന്നയിക്കുകയാണല്ലോ. അവലം യറവ്, അവർക്ക് മനസ്സിലായിട്ടില്ലേ, അവർ കാണുകയുണ്ടായില്ലേ, അവർക്ക് ബോധ്യപ്പെട്ടിട്ടില്ലേ? അന്നല്ലാഹ, നിശ്ചയമായിട്ടും അല്ലാഹു ബിഖാദിരിൻ അലാ അൻ യുഹ്യിൽ മൗത, മരിച്ചവരെ ജീവിപ്പിക്കാൻ, മരിച്ചവരെ പുനരുജ്ജീവിപ്പിക്കാൻ കഴിയുന്നവനാണ് എന്ന കാര്യം അവർക്ക് ഇനിയും ബോധ്യപ്പെട്ടിട്ടില്ലേ എന്നാണ് ഇവിടെ ഉന്നയിക്കപ്പെടുന്ന ചോദ്യം. ആ ചോദ്യത്തിന്, അങ്ങനെ ഒരു ചോദ്യം ഉന്നയിക്കുന്നതിന് പോലും ഇനി യാതൊരു യുക്തിപരമായ പ്രസക്തിയും അവശേഷിക്കുന്നില്ല എന്ന കാര്യം അവരെ ബോധ്യപ്പെടുത്തുന്ന വിധത്തിലാണ്. മറിച്ചൊരാലോചന ഉണ്ടാകുന്നതിന് പോലും പ്രസക്തിയില്ല എന്ന നിലക്കാണ് അള്ളാഹു അതിനിടയ്ക്കൊരു വാചകം ചേർത്ത് വെച്ചിരിക്കുന്നത്. അല്ലദീ ഖലഖസ് സമാവാതി വൽ അർള വലം യഅയ ബിഖൽഖിഹിന്ന, ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചവൻ, വലം യഅയ ബിഖൽഖിഹിന്ന, അവയുടെ സൃഷ്ടിപ്പ് കാരണമായി ക്ഷീണിച്ചു പോയിട്ടില്ലാത്ത അള്ളാഹു. ആ അള്ളാഹു മരിച്ചവരെ ജീവിപ്പിക്കാൻ കഴിയുന്നവനാണ് എന്ന കാര്യം അവർക്കിനിയും ബോധ്യപ്പെട്ടിട്ടില്ലേ, അവർക്കിനിയും മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ലേ, അവരിനിയും കാണുന്നില്ലേ എന്നാണ് ചോദ്യം. ആകാശങ്ങളും ഭൂമിയും അടങ്ങിയ ഈ പ്രപഞ്ച സംവിധാനം മനുഷ്യന്റെ കൗതുകവും അന്വേഷണവും ഒന്നും ഒരിക്കലും പ്രപഞ്ചത്തെക്കുറിച്ച്, ഭൂമിയെക്കുറിച്ച്, അതിലെ അസംഖ്യം പ്രതിഭാസങ്ങളെ കുറിച്ചൊന്നും മനുഷ്യൻ അന്വേഷണവും അതുപോലെ സൂക്ഷ്മമായ നിരീക്ഷണമൊക്കെ നടത്തിയാലും അതൊന്നും തീരാൻ പോകുന്നില്ല. ഈ പ്രപഞ്ച സാകല്യത്തിൽ അത്രയും വലിയ അതിസൂക്ഷ്മമായ വിധത്തിൽ തന്നെ പഠന വിധേയമാക്കാൻ കഴിയുന്ന അസംഖ്യം പ്രതിഭാസങ്ങളുണ്ട്. ഏറ്റവും സങ്കീർണമായ, വളരെയേറെ ശ്രദ്ധ പതിയേണ്ട സ്വഭാവത്തിലുള്ള ഒത്തിരി പ്രതിഭാസങ്ങൾ ഈ പ്രപഞ്ച സാകല്യത്തിലായിട്ടുണ്ട്. അവയൊക്കെ അത്രയും സൂക്ഷ്മമായി സംവിധാനിച്ചിരിക്കുന്ന അള്ളാഹു അങ്ങനെയുള്ളൊരു ആ സംവിധാനം നിർവഹിക്കുക എന്നതിന്റെ പേരിൽ അള്ളാഹു ക്ഷീണിച്ചൊന്നും പോയിട്ടില്ല. അങ്ങനെയുള്ള അള്ളാഹുവിന് മരിച്ചവരെ ജീവിപ്പിക്കാൻ കഴിയും എന്ന കാര്യം ഇവർക്ക് ഇനിയും ബോധ്യപ്പെട്ടിട്ടില്ലേ എന്നാണ് അള്ളാഹുവിടെ ഈ ആളുകളോടായിട്ട് പരോക്ഷമായിട്ട് ചോദിക്കുന്നത്. അവലം യറവ്, അവർക്കിനിയും കാണാൻ പറ്റിയില്ലേ, അവർക്കിനിയും മനസ്സിലാക്കാനും അതുപോലെ ഉൾക്കൊള്ളാനും സാധിച്ചിട്ടില്ലേ? അന്നല്ലാഹല്ലദീ ഖലഖസ് സമാവാതി വൽ അർള്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടികർമ്മം നിർവഹിച്ചിരിക്കുന്ന അള്ളാഹു, വലം യഅയ ബിഖൽഖിഹിന്ന, അവയുടെ സൃഷ്ടിപ്പിന്റെ പേരിൽ അവന് ക്ഷീണമൊന്നും ഉണ്ടാവുകയുണ്ടായില്ല, അവൻ ക്ഷീണിച്ചു പോയിട്ടുമില്ല. അങ്ങനെയുള്ള അള്ളാഹു ബിഖാദിരിൻ, കഴിവുള്ളവനാണ്, അലാ അൻ യുഹ്യിൽ മൗത, മരിച്ചവരെ പുനരുജ്ജീവിപ്പിക്കുക എന്നൊരു സംഗതി നിർവഹിക്കുവാൻ. ഇങ്ങനെയുള്ള ഒരു കാര്യം, ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിക്കുകയും എന്നിട്ട് അത് കാരണമായി ക്ഷീണിച്ചൊന്നും പോയിട്ടില്ലാത്ത ആ അള്ളാഹു, അതിന്റെ ഈ ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിപ്പിൽ അടങ്ങിയിട്ടുള്ള സങ്കീർണതകളുടെ വിവിധങ്ങളായ തലങ്ങളെ സൂക്ഷ്മമായിട്ട് പരിചയപ്പെടുമ്പോഴാണ് ഈ ഒരു ചോദ്യം അള്ളാഹു ഉന്നയിക്കുന്നതിന്റെ പ്രസക്തിയും പ്രാധാന്യവും നമുക്ക് മനസ്സിലാവുക. മനുഷ്യരെ പുനരുജ്ജീവിപ്പിക്കുക എന്നത് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പ് വെച്ച് നോക്കുമ്പോൾ വളരെ നിസ്സാരമായ ഒരു സംഗതിയാണ് എന്നതാണ് അള്ളാഹു സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം. അത്രയും വലിയ വിസ്മയകരമായ സങ്കീർണതകൾ ഈ പ്രപഞ്ച സൃഷ്ടിപ്പിൽ അടങ്ങിയിട്ടുണ്ട്. അതിന്റെ ഓരോ തലവും നമ്മൾ പരിശോധിക്കുകയാണ്. നമ്മൾ ഇവിടെ നമുക്ക് നമ്മുടെ നിരീക്ഷണത്തിന് വിധേയമാക്കാൻ കഴിയുന്ന ആയിരക്കണക്കിന് മേഖലകളുണ്ട്, അസംഖ്യം മേഖലകളുണ്ട്, വളരെ സൂക്ഷ്മമായ ഒരുപാട് തലങ്ങളുണ്ട്. പ്രകൃതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, മനുഷ്യനുമായി ബന്ധപ്പെട്ടുകൊണ്ട്,
ജീവജാലങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പ്രപഞ്ച സംവിധാനത്തിലെ ഈ ഈ കോസ്മിക് സംവിധാനത്തിലെ ഓരോ എലിമെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ടും അതിന്റെ വിവിധങ്ങളായ തലങ്ങൾ, ഇതാണ് മനുഷ്യൻ ഇതിനകം കരഗതമാക്കിയിട്ടുള്ള ശാസ്ത്രജ്ഞാനമായിട്ട് പൊതുവെ മനസ്സിലാക്കപ്പെടുന്നത്. ആകാശങ്ങളും ഭൂമിയും അതിലെ സകലമാന പ്രതിഭാസങ്ങളും, അതാണ് മനുഷ്യൻ സൂക്ഷ്മമായി നിരീക്ഷിച്ചിട്ട് പല ശാസ്ത്രശാഖകളായിട്ട് ഇന്ന് നമ്മുടെ കൺമുന്നിലുള്ളത്. ഒരാള് ഒരു ആയുഷ്കാലം മുഴുവനും പഠന പ്രക്രിയക്കായിട്ട് നൽകിയാൽ പോലും മനുഷ്യൻ പിന്നിട്ട കാലത്ത് വിവിധ വിജ്ഞാന മേഖലകളിലായി ആർജിച്ചിട്ടുള്ള അറിവ് മുഴുവനായിട്ടും അയാൾക്ക് പഠന വിധേയമാക്കാനോ സ്വായത്തമാക്കാനോ സാധിക്കുകയില്ല. ഏതെങ്കിലും ചില തെരഞ്ഞെടുത്ത മേഖലകളിൽ മാത്രമാണ് ഓരോരുത്തരും പഠനം നിർവഹിക്കുന്നതും മുന്നോട്ട് പോകുന്നതും ഒക്കെ. അതുപോലെയുള്ള ആയിരക്കണക്കിന് മേഖലകള് മനുഷ്യന്റെ പഠന സാധ്യതകളായിട്ട് നിലനിൽക്കുന്നുണ്ട്. അപ്പോ മനുഷ്യന് ഈ ഇതപര്യന്തമുള്ള പഠന ഗവേഷണങ്ങളുടെ ആകത്തുകയായി പല ശാസ്ത്ര വിഭാഗങ്ങളായി അവന്റെ മുന്നിലുള്ള ശാസ്ത്ര ശാഖകളായിട്ട് അവന്റെ മുന്നിലുള്ള ഓരോ പഠന മേഖലകളും, അതൊക്കെ തന്നെ ഒന്ന് പരിശോധിക്കാനും മനസ്സിലാക്കാനും പോലും ഒരു ആയുഷ്കാലം കൊണ്ട് അതിന്റെ എല്ലാ മേഖലകളിലേക്കും ശ്രദ്ധയും അതുപോലെ കണ്ണുമൊക്കെ എത്തിക്കാൻ മനുഷ്യന് സാധിക്കില്ല. അത്രയും ബൃഹത്താണ്, അത്രയും വളരെ വ്യാപ്തിയുള്ളതാണ് ഇതിനകം തന്നെ മനുഷ്യൻ കരഗതമാക്കിയിട്ടുള്ള പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അറിവ്. ഇത്രയും വ്യാപ്തിയും ആഴവും ഒക്കെ അതിന് മനുഷ്യൻ കണ്ടെത്തിയ കാര്യങ്ങൾക്കുണ്ട്. ഇനി കണ്ടെത്താനിരിക്കുന്നത് ഇതിനേക്കാളൊക്കെ എത്രയോ ഏറെ അവശേഷിക്കുന്നുമുണ്ട്. അപ്പോ ഇത്രയും സങ്കീർണമായ, ഇത്രയും സൂക്ഷ്മമായി ശ്രദ്ധ പതിയേണ്ട വിധത്തില് മനുഷ്യന്റെ നിരീക്ഷണത്തിന് സാധ്യതകളായി തുറന്നു കിടക്കുന്ന വിധത്തില് ഈ പ്രപഞ്ചം രൂപകൽപ്പന ചെയ്തു അള്ളാഹു എന്നത് ഇവര് മനസ്സിലാക്കുന്നുവെങ്കിൽ, എന്നിട്ട് അള്ളാഹുവിന് യാതൊരു ക്ഷീണവും അനുഭവപ്പെട്ടില്ല എന്ന കാര്യം കൂടി അവർ തിരിച്ചറിയുമ്പോൾ, മരിച്ചുപോയ ഒരാളുടെ ശരീരാവശിഷ്ടങ്ങള് ഭൂമിയിൽ തന്നെ പലയിടത്തായിട്ട് കിടക്കുന്നുണ്ട്, തങ്ങിക്കിടക്കുന്നുണ്ട്, മണ്ണിലോ അല്ലെങ്കിൽ കുഴിമാടങ്ങളിലോ അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. അവയിൽ നിന്ന് മനുഷ്യനെ പുനരുജ്ജീവിപ്പിക്കുക എന്നത് അള്ളാഹുവിന് പ്രയാസമാണ് എന്ന് സങ്കല്പിക്കുന്നത് എത്ര വലിയ മൗഢ്യമാണ് എന്നതാണ് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടിരിക്കുന്ന കാര്യം. പ്രപഞ്ച സംവിധാനത്തിൽ അടങ്ങിയിരിക്കുന്ന സങ്കീർണതകൾ നമുക്ക് ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് പറഞ്ഞു തീർക്കാൻ കഴിയുന്ന ഒരു സംഗതിയൊന്നുമല്ല. വിശുദ്ധ ഖുർആൻ പരാമർശിച്ച ദൈവിക പ്രതിഭാസങ്ങളായ പ്രപഞ്ചത്തിലെ ആയാത്തുകൾ, അവയിൽ ഓരോന്നും തന്നെ നമ്മൾ എത്രയോ ദിനങ്ങള് സൂക്ഷ്മമായി പഠന വിധേയമാക്കിയാൽ പോലും നമുക്ക് അതിന്റെ നിരീക്ഷണവും പഠനവും ഒക്കെ പൂർത്തിയാക്കി എന്ന് പറയാൻ കഴിയില്ല. ഒരു തേനീച്ചയെ കുറിച്ചുള്ള പരാമർശം മാത്രം മതി മനുഷ്യൻ വിസ്മയിച്ചു പോകാൻ. അതുപോലെ മനുഷ്യന്റെ അവസ്ഥയിലുള്ള എംബ്രിയോ സ്റ്റേജിലുള്ള ഒരു കുഞ്ഞിന്റെ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളെക്കുറിച്ച് ഖുർആൻ പരാമർശിക്കുന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ട് ആ മേഖലയെ ഒന്ന് പഠന വിധേയമാക്കിയാൽ തന്നെ എത്രയോ കാലം മനുഷ്യന് ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് പഠന വിധേയമാക്കാൻ ഇനിയും അതിൽ പല കാര്യങ്ങളും അവശേഷിക്കുന്നുണ്ട് എന്ന് കാണാൻ കഴിയും. അപ്പൊ ഇത്രയും വ്യാപ്തിയും വൈപുല്യവും ഒക്കെയുള്ള ഈ പ്രപഞ്ച സൃഷ്ടിപ്പ്, അത് ആകാശവും ഭൂമിയും ഒക്കെ അടങ്ങിയ ഈ ഭൗതിക പ്രപഞ്ചവും അതേപോലെ തന്നെ അതിലെ ജീവജാലങ്ങൾ, മനുഷ്യനുൾപ്പെടെയുള്ള അതിലെ സകല ജീവജാലങ്ങളും, ഇവയൊക്കെ തന്നെ പഠന വിധേയമാക്കി അതിനുവേണ്ടി മനുഷ്യൻ ഒരുങ്ങിയാൽ, അതിനുവേണ്ടിയുള്ള പ്രയത്നങ്ങളിൽ ഏർപ്പെട്ടാൽ അതിന്റെ വളരെ ഭാഗികമായ ചില മേഖലകൾ മാത്രമാണ് ഓരോരുത്തർക്കും പഠിക്കാൻ സാധിക്കുന്നത്, ഉൾക്കൊള്ളാൻ സാധിക്കുന്നത്. പലരും പല മേഖലകളിലൂടെയായിട്ട് സഞ്ചരിച്ച് മനുഷ്യൻ ഇതിനകം ഒരുപാട് അറിവ്
പ്രപഞ്ചത്തെക്കുറിച്ചും മനുഷ്യന്റെ അസ്തിത്വത്തെക്കുറിച്ചും ഒക്കെ തന്നെ നേടിയിട്ടുണ്ട്. അതൊക്കെയും മനുഷ്യൻ സമാഹരിച്ചു വെച്ചിട്ടുമുണ്ട്. പക്ഷെ അതൊക്കെയൊന്നും പുനഃപരിശോധിക്കാൻ പോലും ഒരു മനുഷ്യന്റെ ആയുസ് മതിയാവുകയില്ല എന്നതാണ് വസ്തുത. അപ്പൊ അത്രയും സങ്കീർണമായ വിധത്തിൽ ഈ പ്രപഞ്ചത്തെ വളരെ സൂക്ഷ്മമായി ആസൂത്രണം ചെയ്ത് രൂപകൽപ്പന ചെയ്ത് അവയെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മരിച്ചുപോയ ഒരാളെ അയാളുടെ ജീവാവശിഷ്ടങ്ങളിൽ നിന്ന് പുനരുജ്ജീവിപ്പിക്കുക എന്നത് പ്രയാസമാണ് എന്ന് എങ്ങനെയാണ് ഒരാൾക്ക് സങ്കല്പിക്കാൻ കഴിയുക? അല്ലാഹു അതിന് കഴിവുള്ളവനാണ് എന്നത് ഇവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ലേ എന്നതാണ് ഇവിടെ അല്ലാഹു ഉന്നയിച്ചിരിക്കുന്ന ഒരു ചോദ്യം. അതില് ആയത്തിന്റെ ഭാഗമായിട്ട് അല്ലാഹു പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം വലം യഅയ ബിഖൽഖിഹിന്ന എന്ന, ഇവയുടെ സൃഷ്ടിപ്പ് കാരണമായി അല്ലാഹു ക്ഷീണിച്ചു പോയിട്ടില്ല എന്നാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത്. അള്ളാഹുവിന്റെ സൃഷ്ടി പ്രക്രിയയെ കുറിച്ച് ഖുർആൻ പലയിടത്തും നൽകുന്ന സൂചനകൾ അവനൊരു സംഗതി ഉണ്ടാക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അവനാകെ ഒരു കാര്യം ചെയ്യേണ്ടതേ ഉള്ളൂ, കുൻ എന്ന് പറയുക മാത്രമേ വേണ്ടതുള്ളൂ. ഫയക്കൂൻ, അത് ഉണ്ടായി വരും, അത് സംഭവിച്ചിട്ടുണ്ടാവും. ഇതാണ് അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിന്റെ രീതി. അപ്പൊ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം സൃഷ്ടിപ്പ് അത്രയും ലളിതമായതും എളുപ്പമായതുമാണ്. അത് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പായാലും മനുഷ്യന്റെ സൃഷ്ടിപ്പായാലും ഒക്കെ അങ്ങനെ തന്നെയാണ്. ഇത് ആദ്യമായി നിർവഹിച്ചിരിക്കുന്ന അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇത് മനുഷ്യനെ പുനരുജ്ജീവിപ്പിക്കുക എന്നത് പ്രയാസമാണ് എന്നാണോ അവര് സങ്കല്പിക്കുന്നത് എന്നതാണ് ചോദ്യം. അപ്പോ അവലം യറൗ അന്നല്ലാഹ അല്ലദീ ഖലഖസ് സമാവാതി വൽ അർള വലം യഅയ ബിഖൽഖിഹിന്ന ബിഖാദിരിൻ അലാ അൻ യുഹ്യിയൽ മൗത. എന്നിട്ട് അതിനുള്ളൊരു ഉത്തരവും ഇവിടെ തന്നെ നൽകപ്പെടുന്നുണ്ട്. ബലാ ഇന്നഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. അവര് സങ്കല്പിക്കുന്ന പോലെയല്ല, തീർച്ചയായിട്ടും അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ് എന്നാണ് ഇവിടെ അള്ളാഹു പറയുന്നത്. അപ്പൊ ഈ ചോദ്യം ഉന്നയിച്ചിട്ട് അതിനുള്ള സ്വാഭാവികമായ മറുപടി ഇവിടെ തന്നെ നൽകപ്പെടുകയാണ്. ബലാ ഇന്നഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. അറിയുക, തീർച്ചയായിട്ടും അവൻ എല്ലാറ്റിനും കഴിവുള്ളവനാണ്. ഈ പ്രപഞ്ചത്തെ മുഴുവനായി സൃഷ്ടിക്കുക എന്നത് മാത്രമല്ല, മരിച്ചുപോയൊരു മനുഷ്യനെ അവന്റെ ശരീര കണങ്ങളിൽ നിന്നായിട്ട് വീണ്ടും ഒരു കൽപ്പനയിലൂടെ പുനരുജ്ജീവിപ്പിച്ചു കൊണ്ടുവരിക എന്നത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം യാതൊരു പ്രയാസവുമുള്ള കാര്യമല്ല. ഇന്നഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. അവൻ എല്ലാറ്റിനും കഴിവുള്ളവനാണ്. ഇത് എന്നല്ല, ഇനി മറ്റൊരു കാര്യം അവൻ ആലോചിക്കുകയാണ് എങ്കിൽ അതും നിർവഹിക്കാൻ അവന് യാതൊരു പ്രയാസവുമില്ല. കാരണം അവനാണ് സ്രഷ്ടാവ്. അതുകൊണ്ടാണ് അവനത് സാധിക്കുന്നത്. അള്ളാഹു ഖല്ലാഖാണ്, ഖാലിഖാണ്, ബാരി ആണ്, മുസവ്വിറാണ്. അങ്ങനെ പല വിശേഷണങ്ങളും വിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിന്റെ സൃഷ്ടി പ്രക്രിയയെ പരാമർശിച്ചുകൊണ്ട് കാണാൻ സാധിക്കും. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യനെ പുനരുജ്ജീവിപ്പിക്കുക എന്നത് യാതൊരു പ്രയാസവും ഉള്ള കാര്യമല്ല. ഈ പ്രപഞ്ച സാകല്യത്തെ സൃഷ്ടിച്ചവനാണ് അവൻ. എന്നിട്ട് അവൻ ക്ഷീണിച്ചു പോയിട്ടൊന്നുമില്ല. ആ റബ്ബിന് മനുഷ്യനെ പുനരുജ്ജീവിപ്പിക്കുക എന്നത് പ്രയാസമാണ്, അത് സാധിക്കുകയില്ല എന്ന് ഇവർക്ക് സങ്കല്പിക്കാൻ സാധിക്കുന്നുണ്ടോ? അള്ളാഹുവിന് അതിന് കഴിയും എന്ന കാര്യം ഇവര് വേണ്ട വിധത്തില് ഉൾക്കൊള്ളുന്നില്ലേ എന്നതാണ് ഇവിടെ ഉന്നയിക്കപ്പെട്ട ചോദ്യം. അപ്പോ ബലാ ഇന്നഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. അവര് സങ്കല്പിക്കുന്ന പോലെ, അവര് കരുതുന്ന പോലെയല്ല, തീർച്ചയായിട്ടും അവൻ എല്ലാറ്റിനും ഖദീറാണ്, എല്ലാറ്റിനും കഴിവുള്ളവനാണ്. വയൗമ യുറദു അല്ലദീന കഫറു അലന്നാർ. എന്നിട്ട് അല്പം കൂടി ഫോക്കസ്ഡ് ആയിട്ട് നിഷേധികളെ പരാമർശിച്ചുകൊണ്ട് അല്ലാഹു പറയുകയാണ്. വയൗമ യുറദു അല്ലദീന കഫറു
ഈ നിഷേധികൾ ഹാജരാക്കപ്പെടുന്ന ഒരു സന്ദർഭം അലന്നാർ, നരകത്തിന്റെ മുന്നിൽ അവർ പ്രദർശിപ്പിക്കപ്പെടുന്ന, അവർ ഹാജരാക്കപ്പെടുന്ന ആ ഒരു നാളിൽ അവരോടായിട്ട് ചോദിക്കപ്പെടും എന്ന് അവിടെ നമ്മൾ ചേർത്ത് വായിക്കേണ്ടി വരികയാണ്. കാരണം ആ ചോദ്യമാണ് ഇവിടെ പിന്നെ ഉന്നയിക്കപ്പെടുന്നത്. ഈ നിഷേധികൾ നരകത്തിന്റെ മുന്നിൽ ഹാജരാക്കപ്പെടുമ്പോൾ ആ നാളിൽ അലൈസ ഹാദാ ബിൽ ഹഖ്, ഇത് സത്യമല്ലേ, ഇത് യാഥാർത്ഥ്യമല്ലേ എന്ന് അവരോട് ചോദിക്കപ്പെടുകയാണ്. നരകം മുന്നിൽ പ്രദർശിപ്പിക്കപ്പെട്ട അവസ്ഥയിൽ, അല്ലെങ്കിൽ നരകത്തിന്റെ അടുക്കലായിട്ട് ഈ നിഷേധികളെ ഹാജരാക്കിയ ശേഷം അവരോടായിട്ട് ഉന്നയിക്കപ്പെടുന്ന ഒരു ചോദ്യമാണിത്. അലൈസ ഹാദാ ബിൽ ഹഖ്, ഈ നരകം എന്ത് തോന്നുന്നു? നിങ്ങൾക്കിപ്പോ എന്താണ് തോന്നുന്നത്? ഈ നരകം യാഥാർത്ഥ്യമാണോ അല്ലേ? ഇതിനെ നിങ്ങൾ ഒരു ഘട്ടത്തിൽ നിഷേധിച്ചിരുന്നു. ഇതേക്കുറിച്ച് താക്കീത് നൽകാൻ നിങ്ങളുടെ അടുക്കലേക്ക് ദൈവിക ദൂതന്മാർ വന്നിട്ടുണ്ടായിരുന്നു. അവര് നരകത്തെക്കുറിച്ച് നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. അന്ന് നിങ്ങൾ അതിനെ നിഷേധിക്കുകയാണ് ഉണ്ടായത്. ഇപ്പോ നിങ്ങൾ ഈ നരകത്തിന്റെ മുന്നിൽ ഹാജരാക്കപ്പെട്ടിരിക്കുകയാണ്. എന്താ തോന്നുന്നത്? അലൈസ ഹാദാ ബിൽ ഹഖ്, ഇത് സത്യം തന്നെ അല്ലേ? ഇത് യാഥാർത്ഥ്യം തന്നെ അല്ലേ? ഇതാണ് അവരോടായിട്ട് ആ ഘട്ടത്തിൽ ചോദിക്കപ്പെടുന്നത്. ഖാലൂ, അപ്പൊ അവരാരും യാതൊരു മടിയില്ലാതെ തന്നെ പറയുന്ന കാര്യം ഇതാണ്, ബലാ റബ്ബിന, അതേ ഞങ്ങളുടെ റബ്ബേ എന്ന്. ഞങ്ങളുടെ റബ്ബേ എന്ന് വിളിക്കാൻ അവർക്ക് മടിയില്ല ആ ഘട്ടത്തിൽ. ബല എന്ന് ഏറ്റുപറയാനും അവർക്ക് യാതൊരു മടിയില്ല. അവര് പറയുന്നത് ഖാലൂ, അവര് ഇങ്ങനെ പറയാണ്, ബലാ റബ്ബിന, അതേ ഞങ്ങളുടെ റബ്ബേ, ഞങ്ങളുടെ നാഥ, ഇത് യാഥാർത്ഥ്യം തന്നെയാണ്, ഞങ്ങൾക്കിപ്പോ ബോധ്യപ്പെട്ടിരിക്കുന്നു എന്ന് അവരേറ്റു പറയുന്ന ഒരു മറുപടിയാണ് അവിടെ കേൾക്കാൻ പറ്റുന്നത്. ഖാല, അപ്പൊ അള്ളാഹു തുടർന്ന് അവരോട് പറയാണ്, ഫദൂഖുൽ അദാബ, എങ്കിൽ ശിക്ഷ അനുഭവിച്ചോളൂ. ഫദൂഖുൽ അദാബ, ഇനി മറ്റൊരു ആലോചനക്ക് അവസരമില്ല. ഫദൂഖുൽ അദാബ്, അതുകൊണ്ട് ശിക്ഷ നിങ്ങൾ അനുഭവിച്ചോളൂ എന്നാണ് അവരോടായിട്ട് പറയപ്പെടുന്നത്. അൽ അദാബാണ് ഇവിടെ, ഈ അദാബുന്നാറാണ് സൂചിപ്പിക്കപ്പെടുന്നത്. എങ്കിൽ ഈ നരകം യാഥാർത്ഥ്യമാണ് എങ്കിൽ ഫദൂഖുൽ അദാബ്, നിങ്ങളിത് നിഷേധിച്ചവരായിരുന്നല്ലോ, അതുകൊണ്ട് ഇപ്പോ നിങ്ങൾ അതിനെ ആസ്വദിച്ചുകൊള്ളൂ. ഫദൂഖുൽ അദാബ്, അനുഭവിച്ചോളൂ എന്നാണ്. ബിമാ കുൻതും തക്ഫുറൂൻ, നിങ്ങൾ നിഷേധികളായിരുന്നതിന്റെ പേരിൽ, നിങ്ങൾ ഈ കാര്യം നിഷേധിച്ചിരുന്നു എന്നതിനാൽ തന്നെ ഇപ്പോ നിങ്ങൾ വേണ്ട വിധം അനുഭവിച്ചോളൂ, ആസ്വദിച്ചോളൂ എന്നാണ് അവരോടായിട്ട് അള്ളാഹു പറയുന്നത്. ഫസ്ബിർ, അതിനാൽ പ്രവാചകരെ സഹനം അവലംബിക്കുക. ഈ ആളുകൾ നരകത്തിന്റെ മുന്നിൽ ഹാജരാക്കപ്പെടും, അവരോടായിട്ട് ചോദിക്കപ്പെടും, അലൈസ ഹാദാ ബിൽ ഹഖ്, ഇത് സത്യം തന്നെ അല്ലേ എന്ന് ചോദ്യം അവരുടെ മുന്നിൽ ഉന്നയിക്കപ്പെടും. അപ്പോ അവര് നൽകുന്ന മറുപടി ബലാ റബ്ബിന, അതേ ഞങ്ങളുടെ റബ്ബേ, ഞങ്ങളുടെ നാഥ, ഇത് സത്യം തന്നെയാണ് എന്ന് അവർ ഏറ്റുപറയും. അള്ളാഹു അവർക്ക് ആ ഘട്ടത്തിൽ നൽകുന്ന പ്രതികരണം ഇതാണ്, ഫദൂഖുൽ അദാബ, നിങ്ങൾ എങ്കിൽ ശിക്ഷ അനുഭവിച്ചോളൂ, ഇത് യാഥാർത്ഥ്യമാണല്ലോ, സത്യമാണല്ലോ, എങ്കിൽ അനുഭവിച്ചോളൂ, ആസ്വദിച്ചോളൂ എന്നാണ് അവരോട് പറയപ്പെടുന്നത്. ശിക്ഷ ആസ്വദിച്ചോളൂ. ബിമാ കുൻതും തക്ഫുറൂൻ, നിങ്ങൾ നിഷേധിക്കുകയായിരുന്നു എന്നതിനാൽ, നിങ്ങൾ ഇത്രയും കാലം ഇതിനെ നിഷേധിക്കുന്നവരായിരുന്നു, നിങ്ങൾ നിഷേധികളായിട്ടാണ് നിലകൊള്ളുകയുണ്ടായത്. നിങ്ങൾ അള്ളാഹുവിനെയും അവന്റെ ദൂതനെയും ആ ദൂതൻ നൽകിയ താക്കീതുകളായ സകല സംഗതികളെയും നിഷേധിക്കുകയായിരുന്നല്ലോ. അതിന്റെ ഫലമായിട്ട് ഇപ്പോ നിങ്ങൾ ഈ നരകത്തിന്റെ ശിക്ഷ ആസ്വദിച്ചോളൂ എന്നാണ് നൽകപ്പെട്ടിരിക്കുന്ന നിർദ്ദേശം. അപ്പോ ഈ ആളുകൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഉണ്ടാവുക. അവരുടെ പ്രതികരണം നിരന്തരം അങ്ങനെ തന്നെ ആയിരിക്കും. അവരെല്ലാവരും താങ്കളെ ചുവന്ന പരവതാനി വിരിച്ച് ആനയിച്ചു കൊണ്ടുവരികയോ സ്വീകരിക്കുകയോ ഒന്നുമില്ല. താങ്കളെ അവര് സ്വാഗതം ചെയ്ത് എല്ലാ നിലക്കുള്ള ആദരവും ബഹുമാനവും ഒക്കെ നൽകിക്കൊണ്ട് ആനയിച്ചു കൊണ്ടുവരും എന്നൊന്നും കരുതണ്ട.
ഈ ആളുകൾ അവർക്കായിട്ട് നിശ്ചയിക്കപ്പെട്ട ഒരു നാളിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ആ നാളിൽ അവര് നരകത്തിന്റെ മുന്നിൽ ഹാജരാക്കപ്പെടുകയും ഇത് സത്യം തന്നെയല്ലേ എന്ന് അവരോട് ചോദിക്കപ്പെടുകയും ചെയ്യും. അവരേറ്റു പറയും ബലാ വറബ്ബിന എന്ന് ഒരു മടിയും കൂടാതെ അവർ പറയും. എന്നാൽ നിങ്ങൾ ആസ്വദിച്ചോളൂ ഈ ശിക്ഷ, നിങ്ങൾ നിഷേധികളായിരുന്നതിനുള്ള ഫലമായിട്ട്, അതിന്റെ ഫലമായിട്ട് നിങ്ങളിപ്പോ ഈ ശിക്ഷ ആസ്വദിച്ചോളൂ എന്നാണ് അവരോട് പറയപ്പെടുക. അതുകൊണ്ട് പ്രവാചകരെ ഫസ്ബിർ, താങ്കൾ സഹനം അവലംബിക്കുക, ക്ഷമിക്കുക, ക്ഷമ കാണിക്കുക, സഹനം അവലംബിക്കുക. കമാ സ്വബറ ഉലുൽ അസ്മി മിനർ റുസുൽ, പ്രവാചകന്മാരുടെ കൂട്ടത്തില് നിശ്ചയദാർഢ്യത്തിന്റെ പേരിൽ അറിയപ്പെട്ട നിശ്ചയദാർഢ്യത്തിന്റെ ആളുകൾ എന്ന നിലക്ക് പരാമർശിക്കപ്പെട്ട ആളുകൾ സഹനം ചെയ്ത പോലെ നിങ്ങളും സഹനം അവലംബിക്കുക. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു നൽകുന്ന നിർദ്ദേശം. ഉലുൽ അസ്മായിട്ട് ചരിത്രത്തിൽ വിശ്രുതരായ പ്രവാചകന്മാരുണ്ട്. നൂഹ് അലൈഹിസ്സലാം, ഇബ്രാഹിം അലൈഹിസ്സലാം, മൂസ അലൈഹിസ്സലാം, ഈസ അലൈഹിസ്സലാം, ഇവരൊക്കെ അള്ളാഹുവിന്റെ മാർഗത്തില് വളരെ കൂടുതൽ സഹനം അവലംബിക്കാൻ അവസരമുണ്ടായ പ്രവാചകന്മാരാണ്. യാതൊരു വിധത്തിലുള്ള അക്ഷമയും കാണിക്കാതെ സഹനം അവലംബിച്ച് ക്ഷമ കൈക്കൊണ്ടുകൊണ്ട് നിലക്കൊണ്ട ഉലുൽ അസ്മായി ഡിറ്റർമിൻഡ് ആയിട്ട് അള്ളാഹു ചുമതലപ്പെടുത്തിയ ദൗത്യം നിശ്ചയദാർഢ്യത്തോടുകൂടി നിർവഹിക്കാൻ സന്നദ്ധരായിക്കൊണ്ട് രംഗത്ത് നിലക്കൊണ്ട പ്രവാചകന്മാർ, അവരുടെ മാതൃക ഉൾക്കൊണ്ടുകൊണ്ട് സഹനം അവലംബിക്കുക എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹുവിടെ നിർദ്ദേശിക്കുന്നത്. ഫസ്ബിർ കമാ സബറ ഉലുൽ അസ്മി മിനർ റുസുൽ, പ്രവാചകന്മാരുടെ കൂട്ടത്തില് ഉലുൽ അസ്മ് ഏത് വിധത്തിലാണോ സഹനം അവലംബിച്ചിട്ടുള്ളത്, നിശ്ചയദാർഢ്യത്തിന്റെ പേരിൽ അറിയപ്പെട്ട പ്രവാചകന്മാർ ഏത് വിധത്തിലാണോ സഹനം അവലംബിച്ചിട്ടുള്ളത്, അവരെ പോലെ താങ്കളും സഹനം അവലംബിക്കുക എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹുവിടെ നിർദ്ദേശിക്കുന്നത്. അപ്പോ ചില പ്രവാചകന്മാർ തീർച്ചയായിട്ടും വളരെ കടുത്ത പ്രാതികൂല്യങ്ങളെ നേരിട്ടിട്ടുണ്ട്. അവര് പക്ഷേ അള്ളാഹു ചുമതലപ്പെടുത്തിയ ദൗത്യം വലിയ അസ്മോടുകൂടി, നിശ്ചയദാർഢ്യത്തോടു കൂടി തന്നെയാണ് ആ ദൗത്യം നിർവഹിക്കുകയുണ്ടായത്. അള്ളാഹുവിന്റെ മാർഗത്തില് സഹനം അവലംബിച്ചുകൊണ്ട് നിലക്കൊള്ളുവാനും ആ മാർഗത്തിൽ ക്ഷമ കൈക്കൊള്ളുവാനും ദൃഢചിത്തതയോടുകൂടി അവരുടെ ദൗത്യം നിർവഹിക്കാനൊക്കെ സന്നദ്ധരായ, അതിന് സാധിച്ച ആളുകളാണ്. അവര് ഏത് വിധത്തിലാണോ സഹനം അവലംബിച്ചത് അതുപോലെയുള്ള സഹനം, അതുപോലെയുള്ള ക്ഷമ താങ്കളും അവലംബിക്കുക. വലാ തസ്തഅജിൽ ലഹും, ഇവരുടെ കാര്യത്തിൽ ധൃതി കാണിക്കരുത്. ചില പ്രവാചകന്മാര് അവരുടെ ദൗത്യ നിർവഹണത്തിന്റെ ദീർഘമായ കാലം പിന്നിട്ടതിന് ശേഷം തങ്ങളുടെ സമൂഹം ഇത്രയും കാലവും അവരുടെ ഇടയിൽ പ്രവർത്തിച്ചിട്ടും അവരാരും സത്യമാർഗം ഉൾക്കൊള്ളാൻ സന്നദ്ധരാവുന്നില്ല എന്ന് കണ്ടപ്പോ അവർക്ക് എതിരിൽ പ്രാർത്ഥിക്കുകയൊക്കെ ഉണ്ടായിട്ടുണ്ട് ചില പ്രവാചകന്മാർ. അത് അവരിൽ നിന്ന് നിരന്തരം സത്യനിഷേധം തന്നെ അനുഭവിച്ചുകൊണ്ടിരുന്നപ്പോ അവരിൽ യാതൊരു പ്രതീക്ഷയും അവശേഷിക്കുന്നില്ല എന്ന അവസ്ഥയിൽ അവർക്ക് എതിരിൽ പ്രാർത്ഥിക്കുകയുണ്ടായിട്ടുണ്ട്. എന്നാൽ ഈ ആളുകളുടെ കാര്യത്തിൽ, മക്കയിലെ ആളുകളുടെ കാര്യത്തിൽ അങ്ങനെ ധൃതിയിൽ അവർക്ക് എതിരിൽ പ്രാർത്ഥിക്കുന്ന ഒരു നിലപാടിലേക്കൊന്നും പോകരുത്. പറയുന്നത് വലാ തസ്തഅജിൽ ലഹും, ഇവരുടെ കാര്യത്തിൽ യാതൊരു അജലത്തും കാണിക്കേണ്ട, ധൃതി കാണിക്കേണ്ട, സഹനം അവലംബിച്ചുകൊണ്ട് നിലക്കൊള്ളുക. വലാ തസ്തഅജിൽ ലഹും, ഇവരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയത്തില് പ്രവാചകരെ താങ്കൾ ധൃതി കാണിക്കരുത്. കഅന്നഹും യൗമ യറൗന, ഇനി യൗമ യറൗന മാ യുഅദൂന, ഇവരോട് താക്കീതായി, മുന്നറിയിപ്പായി, ഭയപ്പെടുത്തലായിട്ടൊക്കെ അറിയിക്കപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ, ആ കാര്യം അവര് കാണുന്ന ഒരു നാള് വരാനിരിക്കുന്നുണ്ട്. ഇപ്പോ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ചും വിചാരണയെക്കുറിച്ചും നരകശിക്ഷയെക്കുറിച്ചും ഒക്കെയുള്ള താക്കീതുകള്, മുന്നറിയിപ്പുകള്, ഭയപ്പെടുത്തല് ഒക്കെ പലപ്പോഴും വിശുദ്ധ ഖുർആനിലൂടെ ഈ സമൂഹത്തിന് നൽകപ്പെട്ടതാണ്. അങ്ങനെയുള്ള ഈ ആളുകൾ
അവര് യൗമ യറൗനമായുഅദൂൻ, അവര് താക്കീത് നൽകപ്പെട്ട അല്ലെങ്കിൽ അവർക്ക് മുന്നറിയിപ്പായി നൽകപ്പെട്ട, അവര് ഭയപ്പെടുത്തപ്പെട്ട ചില വിഷയങ്ങളുണ്ട്. ആ കാര്യങ്ങൾ അവര് നേരിൽ കാണുന്ന നാളിൽ എന്ന് പറഞ്ഞാൽ അന്ത്യനാളിൽ, ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ, കഅന്നഹും, അവരുടെ അവസ്ഥ എന്തായിരിക്കും എന്നാണ്, യൗമ യറൗന മായുഅദൂൻ, ഏതൊരു കാര്യമാണോ അവര് താക്കീത് ചെയ്യപ്പെട്ടിരുന്നത് അല്ലെങ്കിൽ അവരെ ഭയപ്പെടുത്തി നിർത്തിയിരുന്നത്, ആ കാര്യങ്ങള് സത്യമായിട്ട് പുലരുന്നതായി അവർ കാണുന്ന ആ ദിവസം, അന്ന് അവര് മനസ്സിലാക്കുക, അവര് കരുതുക ഇങ്ങനെയാണ്, ലം യൽബസു ഇല്ലാ സഅതൻ മിൻ നഹാർ, പകലിന്റെ ഒരല്പ സമയമല്ലാതെ ഞങ്ങൾ ഈ ഭൂമുഖത്ത് കഴിഞ്ഞിട്ടില്ലല്ലോ, ജീവിച്ചിട്ടില്ലല്ലോ എന്നാണ് അവർ ഓരോരുത്തരും കരുതുക. വളരെ കുറഞ്ഞൊരു സമയമല്ലേ ഞങ്ങൾ ജീവിച്ചിട്ടുള്ളൂ. സഅതൻ മിൻ നഹാർ എന്ന് പറയാവുന്ന പകലിന്റെ ഒരു മണിക്കൂർ, ഒരു നാഴിക നേരം അല്ലാതെ ഞങ്ങളിവിടെ ഭൂമുഖത്ത് ജീവിച്ചിട്ടില്ലല്ലോ എന്നാണ് അവർക്ക് അനുഭവപ്പെടുക. ലം യൽബസു, അവര് കരുതി തങ്ങിയിട്ടില്ല, ഇല്ലാ സഅതൻ മിൻ നഹാർ, പകലിന്റെ ഒരു അല്പനേരം മാത്രമല്ലാതെ. ഇതാണ് അവർക്ക് അനുഭവപ്പെടുക എന്ന് അവർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന താക്കീതുകളൊക്കെ യാഥാർത്ഥ്യമാണ് എന്നത് അവര് സ്വന്തം കണ്ണുകളെ കൊണ്ട് കണ്ട് ബോധ്യപ്പെടുന്ന ആ നാളിൽ അവർക്ക് ജീവിതത്തെ കുറിച്ച് ഉണ്ടാകുന്ന ധാരണ വളരെ കുറച്ചേ ഞങ്ങൾ ഇവിടെ കഴിഞ്ഞിട്ടുള്ളൂ എന്നതാണ്. ലം യൽബസു ഇല്ലാ സഅതൻ മിൻ നഹാർ എന്നാണ് അവർക്ക് തോന്നുക. എന്നിട്ട് അള്ളാഹു പറയുന്നത് ബലാ, ഇതൊരു സന്ദേശമാണ്, ഹാദാ ബലാഗുൻ, തീർച്ചയായിട്ടും അവർക്ക് എത്തിക്കപ്പെടേണ്ടതായ ഒരു സന്ദേശമാണ് ഇവിടെ നൽകപ്പെട്ടിരിക്കുന്നത്. ഒരു വാചകമാണിത്, ബലാ, ഒരൊറ്റ വാക്ക് ഒരു വാചകമായിട്ട് ഫങ്ഷൻ ചെയ്യണം. എന്റെ തുടക്കവും അവസാനമൊന്നുമായിട്ട് വേറൊന്നും ചേർത്തിട്ടില്ല. ബലാഗുൻ എന്ന് പറഞ്ഞ സന്ദേശം, തബ്ലീഗ് എന്നൊക്കെയുള്ള വാക്ക് വരുന്നത് അതിൽ നിന്നാണ്. ബല്ലഗ, ബല്ലിഗ് എന്നൊക്കെയുള്ള പദം നമുക്ക് പരിചയമുള്ളതാണ്. ബലാഗ് എന്ന് പറഞ്ഞാൽ എത്തിച്ചു കൊടുക്കേണ്ട സന്ദേശം, അതാണ് അതിന്റെ സൂചന. അപ്പൊ ഹാദാ ബലാഗുൻ എന്ന് മനസ്സിലാക്കി, ഇത് ഒരു സന്ദേശമാണ്, അനിവാര്യമായിട്ടും ഇവരിലേക്ക് എത്തിച്ചു എന്ന് ഉറപ്പുവരുത്തേണ്ട ഒരു സന്ദേശം. ഹാദാ ബലാഗുൻ എന്ന് നമുക്ക് അതിന്റെ ആശയം ഉൾക്കൊള്ളാം. പക്ഷെ ഇവിടെ അള്ളാഹു ബലാഗുൻ എന്നൊരൊറ്റ വാക്ക് മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിൽ അങ്ങനെ ചില പ്രയോഗങ്ങൾ ഉണ്ട്. വായിക്കുമ്പോൾ നമ്മൾ അതിനോട് ചേർത്ത് ചില കാര്യങ്ങൾ കൂടി വായിച്ച് ഉൾക്കൊള്ളുമ്പോഴേ അതിന്റെ ആശയം പൂർണ്ണമായി എന്ന് നമുക്ക് തോന്നുള്ളൂ. അതിന് യാതൊരു ആശയക്കുഴപ്പമൊന്നും ഉണ്ടാവില്ല. സൂക്ഷ്മമായിട്ട് അതൊന്ന് വായിച്ച് മനസ്സിലാക്കി ആ നിലക്ക് ഉൾക്കൊള്ളണം എന്നേ ഉള്ളൂ. അത് ഖുർആന്റെ ഒരു ശൈലിയാണ്. ബലാഗുൻ, വായനക്ക് യാതൊരു തടസ്സവും ഉണ്ടാവില്ല, നല്ല ഒഴുക്കിൽ തന്നെ പാരായണം ചെയ്യാനും സാധിക്കും. അപ്പോ ആ നാളില് യൗമ യറൗന മാ യുഅദൂന ലം യൽബസു ഇല്ലാ സഅതൻ മിൻ നഹാർ, അന്ന് അവര് ഒരല്പം, പകലിന്റെ ഒരല്പ ഭാഗമല്ലാതെ ഞങ്ങൾ ഇവിടെ തങ്ങിയിട്ടില്ല എന്നാണ് അവർക്ക് തോന്നുന്നത്. എന്നിട്ട് അള്ളാഹു തുറന്നു പറയും, ബലാഗ്, അതാ ബലാഗുൻ, ഇതൊരു സന്ദേശം എത്തിക്കലാണ്, ഇത് അനിവാര്യമായിട്ടും അവരിലേക്ക് എത്തിക്കപ്പെടേണ്ട ഒരു സന്ദേശമാണ് എന്നൊക്കെ നമുക്ക് അതിനെ മനസ്സിലാക്കാം. ഫഹൽ യുഹ്ലകു ഇല്ലൽ ഖൗമുൽ ഫാസിഖൂൻ, എന്നിട്ട് അള്ളാഹു ചോദിക്കുകയാണ്, ഫാസിഖുകളായ, ധിക്കാരികളായ, അനുസരണക്കേട് കാണിക്കുന്നവരായ സമൂഹമല്ലാതെ ഈ വിധം നശിപ്പിക്കപ്പെടുമോ എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. ഫഹൽ യുഹ്ലകു, നശിപ്പിക്കപ്പെടുമോ, ഹലാക്കാകുമോ, ഇല്ലൽ ഖൗമുൽ ഫാസിഖൂൻ, ഫാസിഖുകളായ, ദുർമാർഗികളായ, അതുപോലെ സത്യസന്ധതയില്ലാത്തവരായ, അനുസരണം കെട്ടവരായ, താന്തോന്നികളായ ഒരു സമൂഹമല്ലാതെ ഈ വിധത്തിൽ നാശമേറ്റുവാങ്ങേണ്ടി വരുമോ എന്നതാണ് അള്ളാഹു ഈ സൂറത്തിന്റെ ഒടുക്കത്തിൽ ഉന്നയിക്കുന്ന ഒരു ചോദ്യം. ശക്തമായ താക്കീതാണ്, ഓർമ്മപ്പെടുത്തലാണ്, കാര്യങ്ങൾ തെളിമയോടെ ഒരു സന്ദേശം എന്ന നിലക്ക് ഇവരിലേക്ക് എത്തിക്കലാണ്. ഇതൊക്കെ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്.
സൂറത്തുൽ അഹ്ഖാഫിന്റെ പഠനമാണ് നമ്മൾ ഇന്ന് പൂർത്തീകരിച്ചിട്ടുള്ളത്. തുടർ ദിവസങ്ങളിൽ ഈ സൂറത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യങ്ങളും അവയ്ക്കുള്ള പ്രതികരണവും ഒക്കെ ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.